നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മയുടെയും ഉറവിടമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പെസഹ വ്യാഴാഴ്ച ആരാധനയിൽ ഞങ്ങൾക്ക് സംബന്ധിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് ശിഷ്യന്മാരുടെ നടുവിൽ അപ്പം നുറുക്കി അങ്ങയുടെ ശരീരത്തെയും രക്തത്തെയും ഞങ്ങൾക്ക് വേണ്ടി തന്ന് അങ്ങയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പങ്കുകാരാക്കി തീർത്ത കൃപകൾക്കായി സ്തോത്രം. അതനുഭവിക്കുവാൻ ദൈവമേ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്നവരെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. വരേണ്ടവരെ കർത്താവ് കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെയും പകരുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് വിവിധ ഭാഗങ്ങൾ നിർവഹിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 359 ഗീതം, മാനുഷ വംശദീപമാൻ തുടങ്ങുന്ന 359 ഗീതം നമുക്ക് കോയറിനോട് ചേർത്ത് പാടാം. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ 139 13 മുതൽ 24 വരെ. 139 സങ്കീർത്തനം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരു വാക്യമായി വായിക്കും. സങ്കീർത്തനങ്ങൾ 139 13 മുതൽ 20 വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. നീയല്ലോ എൻ്റെ അന്തരങ്ങൾ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു.
ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗം നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ അങ്ങയുടെ കണ്ണെന്നെ കണ്ടു. നിയമിക്കട്ട നാളുകളിൽ നിന്നും ഇല്ലാതിരുന്നപ്പോൾ അതെല്ലാം അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവയെ എണ്ണായികയാൽ മണ്ണിലേക്കാൾ അധികം. ഞാൻ ഉണ്ണുമ്പോൾ ഇനിയും ഞാൻ അങ്ങയുടെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടൻ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതന്മാരെ എന്നെ വിട്ടുപോകുവൻ. അവർ ദേഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദൃഷ്ടിയോടെ അങ്ങയെ സ്നേഹിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിൽ മാർഗ്ഗം നോക്കി ശാശ്വത മാർഗ്ഗം നടത്തണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴേക്കുള്ള പ്രകാരം തന്നെ ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കും. വായനയ്ക്കായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. പുറപ്പാട് 16, 4 മുതൽ 12 വരെ. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിൻ്റെ ഇരട്ടി കാണുമെന്ന് അരുളിച്ചെയ്തു. മോശയും അഹരോനും ഇസ്രായേൽ മക്കളൊക്കെയും നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. മോശ പിന്നെയും, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ? നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെ എത്രേ എന്ന് പറഞ്ഞു. അഹരോനോട് മോശ, യഹോവയുടെ മുൻപാകെ അടുത്തു വരുവിൻ, അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറക എന്ന് പറഞ്ഞു. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച്, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയൂ എന്ന് പറക എന്ന് കൽപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വായനയ്ക്കായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 29 വരെ. ലേഖന വേദഭാഗം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 29 വരെ. ഞാൻ കർത്താവെങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിന് കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കുകയാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈ വേദഭാഗങ്ങൾ ഞങ്ങൾ
എവരെ അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 13, 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കര്യോത്താവിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളവും പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തോർത്തുകൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ യേശുവിനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. യേശു അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വ്യാഴാഴ്ച ഞങ്ങൾക്ക് ആലയത്തിൽ ഒത്തുകൂടുവാൻ ദൈവമേ കൃപ നൽകിയതിനായി സ്തോത്രം. ലോകമെമ്പാടും അങ്ങ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി അന്ത്യ അത്താഴം ഒരുക്കിയതിനെ ഓർക്കുവാൻ യേശു ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അങ്ങനെ യേശുവിൻ്റെ ശരീരവും രക്തവുമാകുന്ന അപ്പവും വീഞ്ഞും ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇന്ന് കൂട്ടിവരുത്തിയ കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ, വ്യഥകൾ ഞങ്ങൾ ഓർക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ഗത്സമനെ തോട്ടത്തിൽ യേശുവിൻ്റെ രക്തം വീർപ്പായിട്ട് ഒഴുക്കിയതിനെ ഞങ്ങൾ ഓർക്കുമ്പോൾ നരകത്തിൽ പാപികളായ മനുഷ്യർ നിലവിളിക്കുന്നതിൻ്റെ നിലവിളി പിറ്റേ ദിവസം യേശു സഹിക്കുന്നതിൻ്റെ, ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത് എന്ന് വളരെ പരമാർത്ഥമായി വിളിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒഴുക്കിയ ആ വിയർപ്പിൻ്റെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമായ കർത്താവേ, യേശുവിനോട് താതാത്മ്യപ്പെടുവാൻ, യേശുവിനോട് ചേരുവാൻ, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പെരുകുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഇന്നും അങ്ങയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമായി ഞങ്ങൾ തീരുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനും ദൈവത്തിൽ നിന്ന് കൃപയും അനുഗ്രഹവും
മോക്ഷപ്രാപ്തിയും നിത്യജീവൻ്റെ അവകാശവും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് ലഭിപ്പാൻ ദൈവമേ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ, ഞങ്ങൾ സ്ഥിരീകരണം പ്രാപിച്ചപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആ പേരിൽ കുരിശ് ഞങ്ങളുടെ നെറ്റിയിൽ വരച്ചത് ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകവിധമായ പ്രതിസന്ധികളിലൂടെ, പ്രലോഭനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുവാൻ ഇടയായല്ലോ. കർത്താവേ, ഈ സമയം ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെറ്റിപ്പോയതോർത്ത് ഞങ്ങൾ ദൈവത്തോടത് ഏറ്റുപറയുകയും നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുവാനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളിൽ പെരുകുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഇന്ന് കൂടി വന്നിരിക്കുന്ന ജനത്തെ ദൈവം ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരായവർ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുള്ളവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആശ്വാസകരം വയ്ക്കുകയും ആരോഗ്യത്തോടെ ദീർഘായുസോടെ ദൈവം കാത്ത് പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആലയത്തിലെ രാജ്കുമാർ എന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, തൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത മൂലം താൻ ചികിത്സയിലാണ്. കർത്താവെ, ഒരു വാൽവ് മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിപ്പയറിൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പ്രിയ മകൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ചിത്രയിൽ അത് ചെയ്യുവാനായിട്ട് പ്രിയ മകൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ പകരുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയ മകനെ ഞങ്ങൾ സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരാതെ അങ്ങ് കാത്തുകൊള്ളണമേ. പൂർണ്ണമായ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആശുപത്രിയിലും അതുപോലെ ഭവനങ്ങളിലുമായി രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യം കാൽവരി ക്രൂശിലൂടെ ഒഴുകിയ യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിടുകയും ദൈവം ആശ്വാസവും സൗഖ്യവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആഗ്രഹങ്ങളെ ദൈവം മാനിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പ് ആരാധനയ്ക്കായി കൂടി വരുവാൻ അനേക മക്കളെ ദൈവം സഹായിച്ചു. അനേകർ യൂട്യൂബിലൂടെ അത് കേട്ടു. കർത്താവായ ദൈവമേ, വചനത്തെ തള്ളിക്കളയാതെ അതിനെ പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള മനസ്സ് ഈ നാളുകൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ചേർത്തണയ്ക്കുന്ന കർത്താവിൻ്റെ കൃപ പ്രാപിപ്പാൻ ദൈവമേ സഹായിക്കണമേ. അന്ത്യവരെയും യേശുവിനെ തള്ളിപ്പറഞ്ഞ യൂദയെ യേശു സ്നേഹിച്ചു, പത്രോസിനെ യേശു സ്നേഹിച്ചു. ദൈവമായ കർത്താവെ, അങ്ങയിൽ തന്നെ ചാരിക്കൊള്ളുവാൻ, പത്രോസിനെ പോലെ അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന എല്ലാവരെയും ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ കർത്താവെ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി കർത്താവെ ജീവിപ്പാൻ, ഭവനത്തിൻ്റെ ഉള്ളിൽ കർത്താവെ സമാധാനത്തിൻ്റെ ദൂതൻ വസിക്കുകയും എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ജീവിതത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ, മേശയ്ക്ക് ചുറ്റും ഒലിവതകൾ പോലെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാലന്മാരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമായ കർത്താവെ, അവരുടെ ബാല്യകാലത്തിൽ ക്രിസ്തുവിൻ്റെ വചനം അവർ ഉൾക്കൊണ്ടുകൊണ്ട് ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാൽ വിട്ടുമാറുകയില്ല എന്ന വാഗ്ദത്തം മാതാപിതാക്കളിലൂടെ, ഗുരുക്കന്മാരിലെ കുഞ്ഞുങ്ങൾ അനുഭവിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ കർത്താവെ എല്ലാ മേഖലകളിലും കർത്താവ് കൂടെ ഇരിക്കുകയും ആ ജീവിതത്തിൻ്റെ എല്ലാവിധമായ നന്മകളും അനുഭവിപ്പാൻ, രൂപപ്പെടുന്ന സ്വഭാവം ഏറ്റവും നന്നായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. തെറ്റിപ്പോകുന്ന ഈ നാളുകളിൽ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും അനേകവിധമായ മായയും ഈ ലോകം മാടി വിളിക്കുമ്പോൾ അതിലേക്ക് പോകാതെ കർത്താവിനെ ധ്യാനിച്ച് കർത്താവിലായി തീരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനകാലം തുച്ഛീകരിക്കപ്പെടാതെ ദൈവത്തിൻ്റെ കൃപയിൽ പ്രിയമക്കളായിരിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ഒരു കൂട്ടം
കൂട്ടം യുവാക്കളെ ഈ നാളുകളിൽ ദൈവം ഞങ്ങളുടെ ആലയത്തിൽ തന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് അവർക്ക് യുവജന സംഘടനയിലൂടെ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അമ്മമാരെ ദൈവം വേർതിരിച്ചിരുന്ന കൃപകൾക്കായി സ്തോത്രം. ഇനിയും കർത്താവെ സഭയ്ക്ക് വേണ്ടി, സഭയിലെ ആളുകൾക്ക് വേണ്ടി, ക്ഷീണാവസ്ഥയിലായിരിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥം ചെയ്യുവാൻ പ്രിയ അമ്മമാരെ ദൈവം കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ അധ്യാപകരുടെ നിസ്വാർത്ഥമായ സേവനം സഭയ്ക്കും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ബാലൻ സഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങ് പകരുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിൻ്റെ കൃപയിൽ ദൈവോന്മുഖരായി ജീവിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടെ ശുശ്രൂഷ ആലയത്തിലെ വിശ്വാസികൾക്ക് ആശ്വാസത്തിനും ആത്മനിറവിനും കർത്താവെ എല്ലാ വളർച്ചയ്ക്കും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചർച്ച കമ്മിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവനാമ മഹത്വത്തിന്, ഭൗതികമായ നന്മകൾക്ക് കർത്താവെ കാരണമാക്കി തീർക്കണമേ. തീരുമാനങ്ങൾ തക്ക സമയത്ത് എല്ലാം നടപ്പിലാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സെക്രട്ടറിക്കായും അക്കൗണ്ടന്റിനായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അകലെ ആയിരുന്നു കൊണ്ട് ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അകലെ ആയിരുന്നാലും അടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം പ്രിയമക്കൾ രുചിച്ചറിയുവാൻ ദൈവം സഹായിക്കണമേ. ആലയത്തിൽ വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ദൈവമേ അവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരുകയും ദൈവത്തിൻ്റെ ആശ്വാസകരം അവരുടെ മേൽ വയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് ദൈവാലയത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് വചനം സംസാരിക്കുന്ന അച്ഛനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തക്ക സമയത്ത് എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്ഥിരീകരണത്തിലൂടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കൈക്കൊണ്ട് കർത്താവെ ഈ സഭയോട് പൂർണ്ണ അംഗത്തിൽ ചേരുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരും, മഹത്വം അങ്ങെടുക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, 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 ആമേൻ. കൊയർ ഒരു ഗാനം ആലപിക്കുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. മേശമേൽ കാണിക്ക അർപ്പിക്കുവാനായിട്ട് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അളവില്ലാ ദാനങ്ങൾ നൽകുന്നവനെ അടിയങ്ങൾ തൃപ്പാതെ വന്നിരുന്നു. 413 പാട്ട്. 413.
അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ദൈവമായ കർത്താവെ, 2 കാശിട്ട വിധവയെ അങ്ങ് പ്രകീർത്തിച്ചല്ലോ. അവളുടെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് യേശു പറഞ്ഞതിനെ ഓർക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ നന്മയുടെ ഒരംശം ഇന്ന് സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക മടങ്ങായിട്ട് ദൈവം പ്രിയമക്കൾക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയിൽ തന്നെ ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നതിന് ഇത് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കർത്തൃമേശയിൽ ഞങ്ങൾ പങ്കാളികളാകുന്നതുപോലെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ പങ്കാളികളായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഞങ്ങൾ പങ്കാളികളായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ, യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കും. അർപ്പിച്ച കരങ്ങളെയും അർപ്പിക്കേണ്ടുന്ന കരങ്ങളെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ കാഴ്ച അങ്ങ് സ്വീകരിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇത് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കും. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. സന്തോഷമുള്ള എല്ലാവർക്കും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് പെസഹ വ്യാഴാഴ്ചയായി ലോകമെമ്പാടുമുള്ള ജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കും നമ്മുടെ ആലയത്തിൽ കടന്നു വന്ന് നമ്മുടെ പങ്കാളിത്തം നിർവഹിപ്പാൻ, യേശുവിനോടൊപ്പം ചേരുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ ാമത്തെ ഗീതം നമുക്ക് പാടാം. പാപി നോക്കുക യേശുവിനെ എന്നാരംഭിക്കുന്ന 361 ഗീതം പാടാം. അത് കഴിഞ്ഞ് ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. ലോകപാപത്തിന്റെ ശാപം താനേറ്റു
ചിന്തുന്നേ രക്തം താൻ പൊട്ടുന്നേ തന്നുള്ളം ചിന്തുന്നേ രക്തം താൻ കുറ്റക്കാരനെ പോലെ അതാ കുറ്റക്കാരനെ പോലെ അതാ കയ്യപ്പാവിൻ മുൻപിൽ താഴ്മയായി നിൽക്കുന്ന കയ്യപ്പാവിൻ മുൻപിൽ താഴ്മയായി നിൽക്കുന്ന നാടുവാഴിൻ മുൻപിലതാ നാടുവാഴിൻ മുൻപിലതാ ക്രൂശിൽ തൂങ്ങിടുവാൻ തീർപ്പിനായി നിൽക്കുന്ന ക്രൂശിൽ തൂങ്ങിടുവാൻ തീർപ്പിനായി നിൽക്കുന്ന ലോകപാപത്തിൻ ശാപഭാരം ലോകപാപത്തിൻ ശാപഭാരം കൊണ്ടേശുവൻ ക്രൂശും കൊണ്ടതാ പോകുന്ന കൊണ്ടേശുവൻ ക്രൂശും കൊണ്ടതാ പോകുന്ന കൈകൾ പാദങ്ങൾ ആണികളാ കൈകൾ പാദങ്ങൾ ആണികളാ ക്രൂശോടെ ചേർത്തിടാൻ തന്നാലെ നീട്ടുന്ന ക്രൂശോടെ ചേർത്തിടാൻ തന്നാലെ നീട്ടുന്ന കൽവരി മലയിൻ മുകളിൽ കൽവരി മലയിൻ മുകളിൽ ക്രൂശിന്മേൽ തൂങ്ങുന്ന ദൈവത്തിൻ നൽസുതൻ ക്രൂശിന്മേൽ തൂങ്ങുന്ന ദൈവത്തിൻ നൽസുതൻ പാപികൾക്കുള്ള ശിക്ഷയല്ല പാപികൾക്കുള്ള ശിക്ഷയല്ല പൊന്നേശു ഏറ്റല്ലോ നിന്നെയും രക്ഷിപ്പാൻ പൊന്നേശു ഏറ്റല്ലോ നിന്നെയും രക്ഷിപ്പാൻ പാപിയോടി വന്നിടുക നീ പാപിയോടി വന്നിടുക നീ ദൈവത്തിൻ രക്തത്തിൻ ശക്തിയോർമ്മിക്ക നീ ദൈവത്തിൻ രക്തത്തിൻ ശക്തിയോർമ്മിക്ക നീ നിന്റെ പാപത്തിൻ ശാപമെല്ലാം നിന്റെ പാപത്തിൻ ശാപമെല്ലാം തീരുവാൻ നോക്കി ധ്യാനിച്ചപേക്ഷിക്ക നീ തീരുവാൻ നോക്കി ധ്യാനിച്ചപേക്ഷിക്ക നീ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, എല്ലാ ശക്തിയുള്ള കരങ്ങളെയും കൈവിട്ടുകൊണ്ട് ലോകത്തിന് കൈകൊടുത്ത അരുമനാഥനായ പിതാവേയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും അങ്ങയുടെ സ്വരം ശ്രവിപ്പാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ അങ്ങയുടെ മേശയിൻ കീഴിലേക്ക് കടന്നു വരുന്ന ഈ ധന്യമായ നിമിഷം, വർഷങ്ങൾക്ക് മുമ്പ് അവരാചരിച്ച പെസഹയുടെ ഓർമ്മ പുതുക്കുന്ന ഈ പുണ്യദിനത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ആലയത്തിലായിരുന്നു കൊണ്ട് അങ്ങേ അനുഭവിപ്പാൻ നൽകുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദി. വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കപ്പെടുന്ന ചിന്തകൾ കർത്താവെ നല്ല മനസ്സോടെ സ്വീകരിപ്പാൻ അതിൻ പ്രകാരം നടക്കുവാൻ അപ്പച്ചൻ കൃപ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും സന്തോഷത്തോടെ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഒരു പ്രധാന ദിനമാണ്, അതുകൊണ്ട് തന്നെ ധാരാളം പേർ ആലയത്തിലായിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ എന്ന ഏറെ
ശ്രദ്ധയോടെ ആരാധിക്കുന്ന ദിനമാണ്. ഈ പെസഹ ദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. മുറിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് പെസഹ. പാസ്കൽ ടിഡം എന്ന് പറയുന്ന പെസഹ ത്രിദിനം എന്ന് ആരംഭിക്കപ്പെടുകയാണ്. ഹോളി തേഴ്സ്ഡേ പെസഹ വേഴം, ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി, ഈസ്റ്റർ സൺഡേ ഈസ്റ്റർ ഞായർ എന്നീ ത്രിദിനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിനമായി നമ്മൾ കാണുന്നതാണ് ഈ ഹോളി തേഴ്സ്ഡേ എന്ന് നാം മനസ്സിലാക്കുന്നു. അതിൽ അന്ത്യത്താഴത്തിൻ്റെ പുണ്യനിമിഷങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ചേരുവാനുള്ള ആഗ്രഹത്തോടെയാണ് നാമുമായിരിക്കുന്നത്. അന്ത്യത്താഴവും മരണവും പുനരുത്ഥാനവും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ളൊരു യാത്രയായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നു. യേശുക്രിസ്തുവിൻ്റെ അഗാധമായ സ്നേഹവും ത്യാഗവും പ്രതീക്ഷയും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ 3 ദിനങ്ങളും ഏറെ ശ്രദ്ധേയമാണ് എന്ന് പറയാതെ വയ്യ. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയായി ഈ രാത്രിയെ നാം കാണുകയാണ്. ഈ രാത്രിയിൽ നാമും ക്രിസ്തുവുമൊപ്പം ഒരു യാത്രയിലായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആത്മീയ യാത്രയായി നമുക്ക് ഈ ദിവസത്തെ കാണുവാനായിട്ട് കഴിയണം. അത് വെറും വിരുന്നിനായിട്ടുള്ള ഒരു യാത്രയല്ല, തൻ്റെ ജീവൻ തന്നെ നമുക്കായി നൽകുന്ന സ്നേഹത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ തീന്മേശയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദ അറ്റ്മോസ്റ്റ് ലവ് എന്ന് നമുക്കതിനെ പറയുവാനായിട്ട് കഴിയുന്നു. ജീവൻ പോലും ത്യജിക്കുന്ന, തൃണവൽഗണിക്കുന്ന ഒരു യാഗമായി നമുക്ക് ഈ യാഗത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് വായിച്ചു കേട്ട ഭാഗങ്ങളെല്ലാം ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിൽ മത്തായി 26-ാം അധ്യായം കർത്താവ് പറയുന്ന വാക്കുകൾ, അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്തു, ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. ഏറെ പ്രാധാന്യതയുള്ള വാക്കുകളാണ്. ഒരുവൻ തൻ്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ അനുഭവമാണ് ഈ ദിനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത രക്ഷപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ്. പുതിയ നിയമത്തിൽ കുഞ്ഞാടായി ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് നമ്മെ തിരഞ്ഞെടുത്തതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം പെസഹ ഒരു വിരുന്നും ബലിയുമാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതൊരു ബലിയായി മാറ്റപ്പെടുകയാണ്. പവിത്രമായ പാപപരിഹാര ബലിയായി നമുക്ക് ആ ബലിയെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം മുറിക്കുമ്പോഴാണ് അത് അനേകർക്ക് ഭക്ഷണമാകുന്നത്. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോഴാണ് അത് പ്രയോജനമുള്ളതായിട്ട് മാറുന്നത്. ബൈബിൾ പറയുന്നത് എന്താ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ അത് വളരെ ഫലമുള്ളതായിട്ട് മാറും. ബൈബിൾ നൽകുന്ന ചിന്ത അതാണ്. വെറുതെ നിലത്ത ഒരു മണി കിടക്കുകയാണ്, അവിടെ കിടന്ന് നശിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മുളയ്ക്കുമ്പോൾ, അത് മുള പൊട്ടുമ്പോഴാണ് അനേകർക്ക് ഫലമുള്ള ഒന്നായിട്ട് മാറുന്നത്. ഇവിടെ സ്വന്തം ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ ബലിവേദിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ ക്രൂശിത രൂപത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിൻ്റെ ഈ പെസഹ ആചരണം വളരെ സമഗ്രമായ ഒന്നായി മാറുന്നത്. അപ്പം സമഗ്രമായ മനുഷ്യവിമോചനം സാധ്യമാക്കുന്ന ഒന്നായി നമുക്കിവിടെ ഇതിനെ കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു തൻ്റെ ഭൗതിക ജീവിതത്തിലെ ത്യാഗോജ്വലമായ ഏറ്റവും ശ്രദ്ധേയമായ അന്ത്യനിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളിലൂടെ അന്ന് അരങ്ങേറിയത് എന്ന ബോധ്യമുണ്ടാകണം. ക്രൈസ്തവ ലോകം അതിനെ അനുസ്മരിക്കുന്ന ദിനമാണ് പെസഹ എന്ന് നമുക്കറിയാം. മാനവകുലത്തിന് നവചൈതന്യം നൽകിക്കൊണ്ട് നിറവേറ്റിയ ഒരു ചരിത്ര സംഭവമായി നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ നിസ്സാരപ്പെട്ട ഒന്നല്ല. ഇവിടെ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് യേശുവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു.
അവിടെ വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്ന? കർത്താവ് ഒരു മനുഷ്യനെ പറഞ്ഞിരിക്കുകയാണ്, നീ പോകുമ്പോൾ ഒരു മനുഷ്യൻ നിനക്ക് എതിർപ്പെടും. അവൻ കുടവുമായിട്ടാണ് കടന്നു പോകുന്നത്. ഇസ്രായേൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ കുടവുമേറി കടന്നു പോകുന്നത് അത് സംഭവ്യമല്ല, നടക്കാറില്ല. സാധാരണ സ്ത്രീകളാണ് കുടങ്ങളും പേറി വെള്ളങ്ങളും കൊണ്ട് വരുന്നത്. അത് അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. പക്ഷെ ഇവിടെ അവരുടെ സംസ്കാരം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥ കർത്താവ് ആ മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒരു പുരുഷൻ അങ്ങനെ എതിർപ്പെടുകയാണ്. അവനോടൊപ്പം ചെന്ന് ആ മാളിക മുറി വിശുദ്ധ മുറിയായി ശുദ്ധീകരിപ്പാൻ, ക്രിസ്തുവിനുള്ള അന്ത്യത്താഴത്തിൻ്റെ മേശ ഒരുക്കുവാനായിട്ടുള്ള ആഹ്വാനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ വൈരുദ്ധ്യങ്ങളെ കർത്താവ് അവിടെ ഏകോപിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ശ്രദ്ധേയമായ അനുഭവമായി, ചരിത്ര സംഭവമായി മാറ്റപ്പെടുകയാണ്. അവിടെ സാധാരണ യെരുശലേമിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് പെസഹയുടെ ആചരണത്തിൻ്റെ ഇടമെന്ന് പറയുന്നത്. ബഥാനിയിൽ നിന്നുള്ള യാത്ര നിസ്സാരമല്ല എന്ന് നാം മനസ്സിലാക്കണം. അവിടെ വലിയൊരു മാളിക കർത്താവ് അവിടെ ഒരുക്കപ്പെടുകയാണ്. തൻ്റെ അന്ത്യത്താഴം വളരെ ശ്രദ്ധേയമാക്കി മാറ്റുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് മുൻകൂറായി പലതും കർത്താവ് ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. മനുഷ്യനായ ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യജന്മമെടുത്ത ക്രിസ്തുദേവൻ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ പലതും വയ്ക്കുവാനായിട്ടുള്ള സമയമാണ് എന്ന ബോധ്യം. ചില നിമിഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കുവാനായിട്ട് ഒരുക്കപ്പെടുകയാണ്. സ്വയം സന്നദ്ധനായി കാൽവലി കൊലമരത്തിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് അന്തിമമായി ചിലതൊക്കെ പറയുവാനായിട്ടുണ്ട്. അവർക്ക് ശ്രദ്ധയോടുകൂടി ഈ കടന്നുപോകലിൻ്റെ പുണ്യദിനത്തെ അനുസ്മരിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യമാണ് ഇവിടെ വെളിവാക്കുന്നത്. നമുക്കറിയാം, ഇതാ അന്ന് തുടങ്ങിയ ഒരു ആചാരമല്ല. നമ്മൾ മനസ്സിലാക്കുന്ന ക്രമത്തിൽ യഹൂദന്മാരുടെ പാസ്ഓവർ എന്ന് പറയുന്നത് മനുഷ്യക്കുരുതി കൊടുക്കേണ്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടതിൻ്റെ അടയാളമായി ഇതിനെ കാണപ്പെടുകയാണ്. മിസ്രൈമിൽ 10 ബാധകൾ വരുത്തുന്നത് നാം അറിയുന്ന യാഥാർത്ഥ്യമാണ്. അവസാന ബാധയായി കടിഞ്ഞൂൽ സംഹാരം അവിടെ ഉണ്ടാകുകയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ കട്ടളമേൽ കുറുമ്പടിമേൽ മൃഗത്തിൻ്റെ രക്തം തളിച്ച ശുദ്ധീകരിച്ച് അവരുടെ കുടുംബങ്ങളെ കാത്ത കടന്നുപോകലിൻ്റെ വിശുദ്ധമായ അനുഭവം. അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല ചരിത്രം. അതിനു മുമ്പ് അവർ അടിമ വീടുകളിലായിരിക്കുമ്പോൾ പോലും ഈ ആചാരങ്ങൾ അവർക്കുണ്ടായിരുന്നു. വസന്തോത്സവമായി ആചരിച്ചിരുന്ന ഒരു അനുഷ്ഠാനങ്ങൾ അവരുടെ പ്രത്യേക സെലിബ്രേഷൻ്റെ ഭാഗമായിരുന്നു. ഈ ദിനം അവർ ആഘോഷിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ഇവിടെ യേശു കർത്താവ് പെസഹയുടെ ആചരണം നടത്തുമ്പോൾ തൻ്റെ തന്നെ ജീവിതം കൊണ്ട് ബലി കൊണ്ട് അർത്ഥപൂർണമാക്കുന്ന മേശയെ തീന്മേശയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധേയമായ ചില അനുഭവങ്ങളെ ഇവിടെ കോറിയിടുന്നത് നാം മനസ്സിലാക്കുകയാണ്. അത് കടന്നുപോകൽ ആ ജനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ മുമ്പുള്ള ആ വലിയ ജനത്തിൻ്റെ പാപപരിഹാരം നൽകുന്ന ഒരു കടന്നുപോകലിൻ്റെ ദിനമായി ആ ദിനം മാറ്റപ്പെടുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒന്നാമത് പെസഹ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകൽ എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അടിമത്വത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്നുള്ള മോചനം, കനാൻ ദേശത്തിലേക്കുള്ള പുറപ്പാട്, വിടുവിക്കൽ അല്ലെങ്കിൽ വീണ്ടെടുക്കൽ, ശക്തനായ യഹോവയുടെ അദൃശ്യകരങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനുണ്ടായ വിടുതലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. കടന്നുപോകലിൻ്റെ ശ്രദ്ധേയമായ അനുഭവം. ചെങ്കടലും മരുഭൂമിയും കടന്നുപോയ ജനം, പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന നമ്മെ ഒരു കടന്നുപോകലിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മെ വിടുതലിലേക്ക് നയിക്കുന്ന അനുഭവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അങ്ങനെ ശ്രദ്ധേയമായ അനുഭവം. രണ്ടാമത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയ അനുഭവമാണ്. വിജയത്തിൻ്റെ അല്ലെങ്കിൽ വിനയത്തിൻ്റെ വിപ്ലവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അധികാരത്തിൻ്റെ ഗർവമല്ല, അധികാരത്തിൻ്റെ പുതിയൊരു മുഖം തുറന്നിടുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഈ ദിനത്തിൽ കർത്താവ് ചെയ്തത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഭാവമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ കർത്താവ് മുട്ടുകുത്തി അവരുടെ അരികിലേക്ക് വരുന്ന കാഴ്ചയാണ്. അക്കാലത്ത് യഥാർത്ഥത്തിൽ അടിമകളാണ്
അവർ മാത്രമാണ് ചെയ്തിരുന്നത് പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷ. പക്ഷേ ഇവിടെ കർത്താവ് അടിമയുടെ ശുശ്രൂഷ അവിടെ ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകം തൻ്റെ കൈവെള്ളയിൽ നയിക്കുന്നവൻ ദാസൻ്റെ വേഷം കെട്ടിയ ചരിത്രമാണ്. അതൻ പറഞ്ഞ് വിനയത്തിൻ്റെ വിപ്ലവഗാഥ നമുക്കിവിടെ കേൾക്കുവാനായിട്ട് കഴിയുന്നു. യേശു ഇതിലൂടെ ഭരിക്കാനല്ല, ശുശ്രൂഷിപ്പാൻ പഠിപ്പിക്കുകയാണ്. പൗരോഹിത്യത്തിൻ്റെ ഒരു പുതിയൊരു തുടക്കമായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. കർത്താവ് പഠിപ്പിച്ച എന്താ? ഓ ഡിയാകൊനേ തേന അല്ല ഡിയാകൊനേസ. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാൻ. നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. ഓ ഡിയാകൊനേ തേന അല്ല ഡിയാകൊനേസ. അതിൻ്റെ കർത്താവ് പഠിപ്പിക്കൽ മാത്രമല്ല, ഇവിടെ പ്രായോഗിക തലത്തിൽ ഞാൻ നേരത്തെ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ പ്രാക്സിസ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയാണ്. പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രസംഗിക്കാം. പക്ഷേ ഇവിടെ യേശു കർത്താവ് ദൈവത്തിൻ്റെ ഓമനകുമാരൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി പാദങ്ങൾ കഴുകുന്ന ഏറ്റവും വിപ്ലവകരമായൊരു അനുഭവമാണ് ഈ തീന്മേശയുടെ അരികിൽ നമ്മൾ കാണുന്നത്. പത്രോസ് അത് തടയുകയാണ്. വേണ്ട കർത്താവ്, നീ അത് ചെയ്യരുത്, കാരണം അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്താണ്? നിന്റെ പാദങ്ങൾ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. അത്രമാത്രം എളിമ ധരിച്ച ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഈ വലിയ ശുശ്രൂഷയുടെ മഹത്വം വെളിവാക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളുടെ, മറ്റുള്ളവരുടെ അഴുക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ഇവിടെ മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പാദങ്ങൾ കഴുകുക എന്ന് പറയുന്നത് വളരെ ഏറെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വീഴ്ചകൾ സ്നേഹം കൊണ്ട് മറക്കുവാൻ കഴിയുക, വിനയത്തോടെ പെരുമാറുവാൻ കഴിയുക, ക്ഷമിക്കുക, ഇതിനൊക്കെയുള്ള ആഹ്വാനമാണ്. ഈ വിപ്ലവം, വിനയത്തിൻ്റെ വിപ്ലവം നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? അത്താഴം വിളമ്പുന്ന മേശയിൽ അതനുഭവിപ്പാൻ കടന്നു വരുന്നവരാണ്. എത്രയെത്ര ആ പാടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പൊറുക്കപ്പെടേണ്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ പൊറുത്തുകൊണ്ടാണോ ഈ മേശയിലേക്ക് വരുവാൻ നാം തുനിയുന്നത്? മൂന്നാമതായി, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. യേശു കർത്താവ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞത് പൗരോഹിത്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ലോകാവസാനം വരെ ഇത് ചെയ്യുവാൻ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാർക്ക് ആഹ്വാനം നൽകുകയാണ്. യേശു പുരോഹിതൻ, എന്നാൽ ക്രിസ്തു തൻ്റെ കരം നൽകി അതിൻ്റെ ശബ്ദമായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ പുരോഹിതൻ്റെ ശുശ്രൂഷ, ക്രിസ്തു പുരോഹിതൻ ഇതാ എളിമയുടെ ഭാവം സ്വീകരിച്ചു. ആ ഭാവമാണ് പലപ്പോഴും ഞങ്ങൾക്ക് സ്വീകരിപ്പാൻ, നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയാതെ പോകുന്നത്. അൾത്താരയിൽ അപ്പത്തെ ക്രിസ്തു ശരീരമാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തവരാണ് ഞങ്ങൾ. പക്ഷേ പലപ്പോഴും പുരോഹിതർ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അത്ര യോഗ്യത നമുക്കുണ്ടോ എന്ന് ഞങ്ങളും ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. പുരോഹിതരും മനുഷ്യരാണതുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കാം. ഇവിടെയാണ് സഭയുടെ പ്രാർത്ഥനകൾ അർത്ഥപൂർണമാകുന്നത്. നാലാമതായി, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ക്ഷമയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ ഏറെ താഴ്മയോടെ ക്രിസ്തുദേവൻ അവിടെ ആ തിന്മേശയിലായിരിക്കുകയാണ്, വിരുന്ന ഭോജനത്തിനായിരിക്കുകയാണ്. അവിടെ യേശുവിനോടൊപ്പം ഒരു മനുഷ്യനുണ്ട്. പലപ്പോഴും നമ്മൾ വിസ്മരിക്കാതെ പോകുന്നു, വിസ്മരിച്ചു പോവുകയാണ്. എന്താ? ആരാണ്? ശത്രു അടുക്കൽ തന്നെ ഇരിക്കുകയാണ്. യേശു യൂദായോട് ചോദിക്കുകയാണ്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. ഈ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ പോകുന്നവൻ, താലത്തിൽ കൈവയ്ക്കുന്നവൻ എന്നെ കാട്ടിക്കൊടുക്കുമെന്നറിയുകയാണ്. തൻ്റെ ശത്രു തൻ്റെ അരികിൽ തന്നെയുണ്ട്. നമ്മളായിരുന്നെങ്കിൽ വെറുതെ വിടുവോ? പക്ഷേ യേശു അവനോട് നീ പോകുന്നത് വേണമെങ്കിൽ നേരത്തെ ചെയ്തോ. അവനെയും ശ്രമിക്കുകയാണ്. തന്നെ ചതിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും അവൻ്റെ പാദങ്ങളും യേശു കഴുകി എന്ന് ഓർക്കണം. അവനോടും ഒപ്പം അവൻ അപ്പം പങ്കിടുകയാണ്. അപ്പം നൽകി അവന് പാദങ്ങൾ കഴുകിയാണ് അവനെ പറഞ്ഞയച്ചത്. ആ പോക്കിലാണ് കർത്താവിനെ കാട്ടിക്കൊടുക്കുവാനും വ്യഗ്രത കാണിച്ചത്. മനുഷ്യൻ്റെ മറ്റൊരു പ്രതിരൂപമായി യൂദ മാറുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന ചരിത്രം. നിസ്സാരപ്പെട്ട സംഭവമല്ല.
യൂദയെ ഇന്ന് നാം എല്ലാവരും വെറുക്കുവാൻ കാരണവും അത് തന്നെയാണ്. യേശുവിനോടൊപ്പം താലത്തിൽ കൈയിട്ടവൻ, കർത്താവിനോടൊപ്പം ചേർന്നവൻ, കർത്താവിനോടൊപ്പം അപ്പം ഭുജിച്ചവൻ ഇതാ യേശുവിൽ നിന്ന് ഓടി കയ്യപ്പാചാര്യൻ്റെ അടുക്കൽ പോയി 30 വെള്ളി നാണയങ്ങൾ കൈക്കലാക്കി യേശുവിന് ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കുന്ന കാഴ്ച ഈ രാത്രിയുടെ പ്രത്യേക കാഴ്ചയായി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സന്തോഷത്തിൻ്റെ മാത്രം ദിനമല്ല, ഒറ്റുകൊടുക്കലിൻ്റെ ദിനമാണ് എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയണം. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ചതിക്കുന്നവരെ, പരിഹസിച്ചവരെ, ദ്രോഹിച്ചവരെ, വേദനിപ്പിച്ചവരെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുമോ? ആ ഭാവമാണ് ക്രിസ്തുവിലൂടെ വിനയത്തിൻ്റെ ഭാവമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ കൂദാശയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ഈ ഭാവമുള്ളവരായി മാറുവാൻ, ശത്രുവിനെയും സ്നേഹിക്കുവാൻ പറയുകയല്ല യേശു ചെയ്തത്. ശത്രു തൻ്റെ പാളയത്തിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ്റെ പാദങ്ങളും കഴുകി അവൻ അപ്പവും വീഞ്ഞും നൽകി അവനെ പറഞ്ഞേക്കുകയാണ്, നീ ചെയ്യുന്നത് ഇച്ചിരി നേരത്തെ ചെയ്തോ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം എവിടെയായിരിക്കുന്നു എന്ന് ചിന്തിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ രാത്രി നമുക്ക് നൽകുന്നത്. വിരുന്നിന് ശേഷം യേശു ഗെത്സമനയിലേക്ക് പോയതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുദേവൻ ശിഷ്യന്മാരോട് പറയുകയാണ്, 1 മണിക്കൂർ പോലും എന്നോടൊപ്പം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് സാധിച്ചില്ലയോ? അല്പസമയം പോലും നിങ്ങൾക്ക് എന്നോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞില്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം എത്രമാത്രമാണ് യേശുവിനൊപ്പം ചേരുവാൻ താല്പര്യപ്പെടുന്നത്? എത്രമാത്രം അതിന് താല്പര്യമുള്ളവരാണ്? കർത്താവ് പഠിപ്പിക്കുന്ന പാഠമാണ്. 3.5 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന അപ്പവും മീനും ഒക്കെ നൽകി കൂടെ കൂട്ടിയവനെ അവൻ്റെ അന്തിമ നിമിഷങ്ങളിൽ പോലും കൂടെ ഇരിപ്പാൻ കഴിയാതെ പോയത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിലെ കഷ്ടതകളിലും ദുഃഖവെള്ളികളിലും നമ്മെ താങ്ങി നിർത്തുന്നത് പ്രാർത്ഥനയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും വേദനയുടെ തിരാക്കയങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോഴും നമുക്ക് വിളിക്കുവാൻ ഒരുവനുണ്ട്. കാരണം നമ്മളിലേറെ ഭാരപ്പെട്ടവനാണ്, വ്യഥയനുഭവിച്ചവനാണ്, കഷ്ടപ്പെട്ടവനാണ്. കൂടെ ഇരുന്നിട്ട് പോലും തന്നെ ഒറ്റുകൊടുത്തവൻ്റെ മുമ്പിലും പതറിപ്പോകാതെ പിടിച്ചു നിന്ന ക്രിസ്തുദേവനെ നമ്മൾ കാണണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ഭാരങ്ങളും നിരാശകളും വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ അത് ജീവിപ്പാൻ നമുക്ക് ശക്തി പകരുന്നത് യേശുവാണ് എന്ന ബോധ്യമുണ്ടാകണം. കാരണം പരീക്ഷണങ്ങളെ അതിജീവിച്ചവനാണ് ക്രിസ്തു. നമുക്ക് ഈ വിശുദ്ധ ദിനത്തിൽ കർത്താവിനോടൊപ്പം ചേരുവാനായിട്ട് കഴിയുമോ? ഈ ക്രിസ്തുവിനോടൊപ്പം പ്രാർത്ഥനയോടെ ഉണർന്നിരിക്കുവാനായിട്ട് കഴിയുമോ? കർത്താവ് അവസാന നിമിഷവും ഒരു പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. ഈ ദിനത്തിലെ പ്രത്യേകതയാണ്, കഴിയുമെങ്കിൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല തിരുഹിതം തന്നെയാകട്ടെ എന്ന സ്വർഗോന്നതിയിലേക്ക് നോക്കി നിലവിളിക്കുന്ന കാഴ്ച നിസ്സാരമായി ഈ രാത്രിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. ഈ പ്രാർത്ഥന ദൈവം കേട്ടോ? ഇതൊരു ചോദ്യമാണ്. ഞാൻ പറയും ദൈവം കേട്ടു. ദൈവം ഒരു ദൂതനെ അവൻ്റെ അരികിലേക്ക് അയച്ചു. പക്ഷേ കർത്താവ് അവനെ ആ ക്രൂശിൽ നിന്ന് പിന്മാറ്റിയില്ല. അവസാനം ഒരു വിളിക്കുന്നുണ്ട് ക്രൂശിൽ കിടന്ന്. നാളെ നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കും. ഏലി ഏലി ലമ്മാ ശബഥാനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ചെറിയ ചോദ്യമല്ല. ഇവിടെ ദൈവം കൈവിടുന്നുവെങ്കിലും തൻ്റെ മകനെ നിലനിർത്തുവാൻ തൻ്റെ ദൂതനെ പറഞ്ഞയച്ച കൂടെ കൂടുവാൻ, ശക്തീകരിപ്പാൻ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിത യാത്രയിൽ കഷ്ടതകളും ഭാരങ്ങളും നിരാശകളും ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം നമുക്കിതിനെല്ലാം ശക്തി പകരുന്നവനാണ്. വേദനകളിലും ഭാരങ്ങളിലും ഇത് താണ്ടിക്കടക്കുവാൻ കഴിവില്ലാതെ പോകുമ്പോൾ കർത്താവ് പക്ഷം ചേരുന്നു എന്ന് വിശ്വസിപ്പാൻ പെസഹ നാളിലെങ്കിലും നമുക്ക് കഴിയണം. ദൈവം അവന് ബലം നൽകി ശക്തീകരിച്ചു. കൂടുതൽ ശക്തിയോടെയാണ് മടങ്ങി വന്ന ശിഷ്യന്മാരോട് ചോദിച്ചത്, ഞാൻ തീവ്രവ്യഥയോടെ കടന്നു പോകുന്ന നിമിഷങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കർത്താവ് പരിഭവം പറഞ്ഞതാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഈ രാത്രിയിൽ നാം എവിടെയാണ് എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയണം.
കർത്താവിനോടൊപ്പം ഈ നിമിഷങ്ങളിലെങ്കിലും കൂടിയിരിക്കാനായിട്ട് കഴിയുമോ? വ്യഥകളും വേദനകളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെ കടക്കുവാൻ ശക്തി നൽകുന്ന ക്രിസ്തുദേവൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുമോ? ക്രിസ്തുവിനെ പോലെ മുറിക്കപ്പെടാനും പങ്കുവയ്ക്കാനും നമുക്ക് കഴിയുമോ? നാളെ നാം കുരിശിൻ്റെ കാൽച്ചുവട്ടിലേക്ക് പോവുകയാണ്. അവിടെ സ്നേഹം പൂർണ്ണമാകുന്നത് നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. ഈ പാഠം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് പുതിയൊരു യാത്ര തുടരുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ഹൃദയങ്ങളിൽ ഇതിനെ സ്വീകരിപ്പാൻ, ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ യാത്ര പൂർണ്ണമാക്കുവാൻ ക്രിസ്തുവിനെ കൂടെ കൂട്ടുവാനായിട്ട് നമുക്ക് കഴിയുമോ? ലോകം സ്വാർത്ഥതയിലേക്കും പിടിച്ചടക്കലുകളിലേക്കും പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് ഇസ്രായേൽ ജനതയിൽ സംഭവിക്കുന്ന സംഭവം അറിയാം. കാരണം എന്താണ്? അവർക്കിതൊക്കെ ഉണ്ടായത് അവർ സ്വയം പിടിച്ചു വാങ്ങിയതാണ്. ഇതുപോലെ രാത്രിയിൽ നടന്ന സംഭവം ഇതാണ്. ഇത് ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാമെന്നാണ് പറഞ്ഞത്. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ ജനം പറഞ്ഞു, ഇല്ല, അത് ഞങ്ങളുടെ തലമുറയിലേക്ക് പോകട്ടെ, ഞങ്ങളുടെ ഇടയിലേക്ക് പോയി. ഇന്നും കിടന്ന് അയ്യം വിളിക്കുകയാണ്. ഓരോ ബോംബ് വരുമ്പോഴും തലയിൽ കൈവച്ചുകൊണ്ട് ഓടുകയാണ്. ബങ്കറുകളിൽ ഒളിക്കുന്ന ഇസ്രായേൽ ജനതയെ കാണുവാനായിട്ട് കഴിയും. വിഷമമാണ്. പക്ഷേ സ്വയം വിലയ്ക്ക് വാങ്ങിയ വിനയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. തൻ്റെ ഓമനക്കുമാരൻ നൽകിയിട്ടും സ്വീകരിപ്പാൻ വകതിരിവില്ലാത്ത ഒരു സമൂഹമായി മാറി. ഇന്നും സ്വസ്ഥത അനുഭവിപ്പാൻ കഴിയാത്ത തലമുറയായി മാറി. ദൈവം അവരെ കൈവിടില്ല, അത് വാസ്തവം. പക്ഷേ എങ്കിലും ഇതുപോലെ വിനകൾ വിലയ്ക്ക് വാങ്ങുന്നവരായി തീരാതെ ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളവരായി മാറുവാൻ, സ്വാർത്ഥതയുടെ മുഖം മൂടികൾ അണിഞ്ഞ് വൈകൃത ഭാവത്തോടെ ജീവിക്കുവാനല്ല, ക്രിസ്തുവുള്ളവരായി ക്രിസ്തുവിൻ്റെ ഭാവം, വിനയത്തിൻ്റെ വിപ്ലവഗാനം പാടുവാൻ, സ്വയം സമർപ്പിതരായി ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയുമോ? പെസഹ ആചരിപ്പാൻ നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെടുമ്പോൾ, നാം അതിലേക്ക് കടന്നു വരുമ്പോൾ പഴയ ചിന്തകളും പഴയ വീര്യങ്ങളും പഴയ ചിന്താകുലങ്ങളും വെടിഞ്ഞ് സുഹൃത്തുക്കളോട് പുറത്തുകൊണ്ട് ഈ മേശയിലേക്ക് വരുവാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായി തീരുന്നത്. അധികം പറഞ്ഞ് രാത്രിയിൽ ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവേ, ഈ മേശ എനിക്കുള്ളതാണ്. ക്രിസ്തു മേശയിലുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങയുടെ തിരുമേശയുടെ പക്ഷം ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വീണ്ടും വീണ്ടും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കാൻ സ്തോത്രം. അങ്ങിൽ നിന്ന് അകന്ന് ഞങ്ങൾ മാറിപ്പോകുമ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹമായി ഞങ്ങളുടെ പക്ഷം ചേരുകയാൽ ഞങ്ങൾ സ്തോത്രം കരയറ്റും. കർത്താവേ, ഈ ആത്മീയ യാത്രയിൽ, പെസഹ മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ആത്മീയ യാത്രയിൽ ക്രിസ്തുവിൻ്റെ പക്ഷം ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ. കർത്താവേ, പെസഹ കഴിഞ്ഞ് ഇവിടെ വിട്ടേച്ച് പോകുവാനല്ല, ക്രൂശിൻ്റെ ചാരത്തേക്ക് കർത്താവേ നാളെയും ഞങ്ങൾ ആലയത്തിലായിരുന്നു കൊണ്ട് യാത്ര ചെയ്യുവാൻ, ഉയർപ്പിൻ നാൾ വരെയെങ്കിലും യേശുവിനോടൊപ്പം ചേരുവാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ. ക്രൂശിനെ കണ്ടുകൊണ്ട്, ക്രൂശിനെ ദർശിച്ചുകൊണ്ട് ആ ദർശനത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അങ്ങ് തൊട്ടതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ വ്യഥകളും വേദനകളും അങ്ങിൽ നിന്ന് മാറിക്കടന്നുപോയ അനുഭവങ്ങളെയും യേശു തൊട്ടതിനായിട്ട് നന്ദി. ജീവിതത്തിന് അങ്ങ് നൽകിയ കർത്താവേ, മാനസാന്തരത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആ മാനസാന്തരത്തോടെ മാത്രം ഞങ്ങൾ തിരുമേശയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് ശക്തി പകരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ തിരുവത്താഴ വിഭവം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എയ്തൻ എസ് എ, ആബിദൻ എസ് എ. നമുക്ക് ഒരു നിമിഷം ആ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ തിരുവത്താഴ വിഭവങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ കുഞ്ഞു പ്രായം മുതൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവമേ സഹായിക്കണമേ. പ്രാഥമിക വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കും. കൈക്കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എല്ലാവിധമായ ബാലാക്ഷരെല്ലാം വിടുവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഒരായിരിക്കുന്ന കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഭവനത്തിലെ കുഞ്ഞുങ്ങളെ പ്രത്യേകാൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കൊയർ ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടുമ്പോൾ ഞാൻ താഴെ പേര് വായിക്കുന്നവർ മുമ്പിലേക്ക് വരേണ്ടതാണ്. അനീന എൻ,
ഫെബിൻ ജോജി, വിനയ് വി എം. ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് വരാം. 60 ആത്മാവിൽ വന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേശയിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ പ്രത്യേക കുദാശ ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ മേശയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയാൽ സാധ്യമാക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അതിൻ്റെ അംശികളാകുവാൻ അൾത്താരയുടെ മുമ്പിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ നൽകട്ടെ. അങ്ങയുടെ പ്രിയ മക്കളെ അങ്ങ് ആശീർവദിക്കണമേ. ആലയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഉടമ്പടി ശുശ്രൂഷയിലൂടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ, ദൈവത്തോടൊപ്പമായി തിരുവാൻ, ഈ തിരുമേശയുടെ അംശയായി തിരുവാൻ നിൻ്റെ മക്കൾക്ക് അങ്ങ് കൃപയേകും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയരെ, നിങ്ങളുടെ ബപ്തിസ്മയിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെടുകയും ദൈവഭവനത്തിൻ്റെ കുടുംബത്തിലും അംഗമായി തീരുവാൻ മുദ്രയിടപ്പെടുകയും ചെയ്തു. അന്ന് നിങ്ങളുടെ പേർക്ക് ഭക്തിപൂർവ്വം ചെയ്ത ഉടമ്പടി സ്ഥിരപ്പെടുത്തുന്നതിനും കർത്താവ് യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നതിനും നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ കാത്തിരിക്കുന്ന ദാനങ്ങൾ പ്രാപിക്കുന്നതിനുമായി നിങ്ങളിപ്പോൾ ഇവിടെ സ്വമനസാലെ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ നല്ല പ്രവൃത്തികൾക്കും നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം അപ്പോസ്തല മര്യാദ പ്രകാരം നമ്മുടെ കൈകൾ നിങ്ങളുടെ മേൽ വയ്ക്കേണ്ടതിന് നിങ്ങളിവിടെ വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനങ്ങളുമായുള്ള പൂർണ്ണ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഒന്നിച്ച ക്രിസ്തുവിനെ ആരാധിച്ച നമ്മുടെ ആയുസ്സ് നാളെല്ലാം അവിടുത്തെ സേവിക്കേണ്ടതാകുന്നു. ആകയാൽ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാദാനത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾപ്പിൻ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തു നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികൾ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നു, ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അമ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചതാ. നാം ദൈവത്തിൻ്റെ മക്കൾ എങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾപ്പിൻ.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവിടുത്തെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവിടുത്തെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവിടുന്ന് നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ അറിയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ആരാധനക്രമം 77 പുറത്ത് കാണുന്ന പ്രതിജ്ഞകൾ ഇപ്പോൾ നമുക്ക് ചൊല്ലാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മൂവരും കൃത്യമായും ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടതാകുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തെയും നിങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉറക്കെ പറഞ്ഞു. അതേ, ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു. സകല മനുഷ്യരെയും നിങ്ങളെയും വീണ്ടെടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സകല സൃഷ്ടിയെയും പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം ഒരുമിച്ച് ചൊല്ലാം. ഇവരോടൊപ്പം ചേർന്ന് ചൊല്ലാം. നിങ്ങളെല്ലാവരും പറയണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ജനിച്ചു, കഷ്ടപ്പെട്ടു, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെ മരിച്ചവരെയും പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. നിങ്ങളോട് ഉള്ള ചോദ്യം തുടരുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ്സിൻ നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? പറഞ്ഞേ, ദൈവം എൻ്റെ സഹായകനാകിയാൽ ഞാൻ ചെയ്യും. കർത്ത ദിവസത്തിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ക്രൂശിക്കപ്പെട്ട പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കയിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. പറഞ്ഞേ, ഞാൻ സമ്മതിക്കുന്നു. പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിനുള്ള വിശ്വാസവും അവിടുത്തെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. ഇപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. 3 പേരും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ 3 പേരും പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് നൽകണമേ. അങ്ങയുടെ ശരീരരക്തങ്ങൾ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും എനിക്ക് കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന 3 പേരും ഏറ്റു ചൊല്ലുക. ദൈവമേ, ഉറക്കെ ചൊന്നേ, പറഞ്ഞേ, ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, അങ്ങേക്കുള്ളവനത്രേ. ഉറക്കെ പറഞ്ഞു, ഉറക്കെ. എൻ്റെ ആയുസ്സും നാളൊക്കെയും അങ്ങയെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ അങ്ങയുടെ പൈതലായി ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. നമുക്ക് പ്രിയ കുഞ്ഞുങ്ങൾക്കായി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം.
ദൈവകരങ്ങളിൽ ഈ 3 പേരെയും സമർപ്പിച്ച സഭയായി നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെന്ന ദാനം ഈ പൈതങ്ങളുടെ മേൽ വരേണ്ടതിന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി അവിടത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പൈതങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. 60-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് 80-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ സ്നാനത്താൽ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി അവിടുത്തെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച അങ്ങയുടെ കരുണയിൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മെശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. വിനയ് കർത്താവേ, അങ്ങയുടെ പൈതൽ എന്നേക്കും അങ്ങേക്കുള്ളവനായിരിക്കേണ്ടതിനും അങ്ങയുടെ നിത്യരാജ്യത്തിലേക്ക് വരുവോളം അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും അങ്ങയുടെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. അനീന കർത്താവേ, അങ്ങയുടെ പൈതൽ എന്നേക്കും അങ്ങേക്കുള്ളവളായിരിക്കേണ്ടതിനും അങ്ങയുടെ നിത്യരാജ്യത്തിലേക്ക് വരുവോളം അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും അങ്ങയുടെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തരിക്കപ്പെടണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലിക്കർത്താ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമുക്ക് തുടർന്നും പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്ത പ്രകാരം തൻ്റെ സഭയെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ കൈവച്ചിട്ടുള്ള അങ്ങയുടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ അവിടുത്തെ സംരക്ഷണത്തിൻ്റെ കരം അർപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇവരോടൊപ്പം എപ്പോഴും ഇരിക്കണമേ. ഇവരങ്ങയുടെ ആയുസ്സിൽ നാളൊക്കെയും അങ്ങയെ സേവിക്കേണ്ടതിനും അങ്ങയോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് അങ്ങയുടെ വചനത്തിൻ്റെ അറിവിലും അനുസരണത്തിലും അവരെ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ക്രിസ്തുവിൻ്റെ സമാധാനം എന്നോട് കൂടി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാം. ആരാധനക്രമം 81-ാം പുറത്തിലെ വാക്കുകൾ ചൊല്ലി ഈ കുഞ്ഞുങ്ങളെ സഭയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഈ വാക്കുകൾ എഴുന്നേറ്റ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുകയാണ്. സ്വീകരണം ഒരുമിച്ച് ചൊല്ലി വാക്കുകൾ ചൊല്ലി ഇവരെ സ്വീകരിക്കാം.
പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ അംഗങ്ങളായി ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടി പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ, 3 പേരും തിരിഞ്ഞു നിന്നേ. ഒരു നിമിഷം ഈ പൈതങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ കരം നൽകി ഈ മക്കളങ്ങ് സ്വീകരിച്ചല്ലോ. തിരുസഭയുടെ അംഗങ്ങളായി, സഭയുടെ പൂർണ്ണ അംഗങ്ങളായി ഈ മക്കളങ്ങ് സ്വീകരിച്ചതിനായിട്ട് നന്ദി. 3 പേരും ക്രിസ്തുവുള്ളവരായി, ക്രിസ്തുവിനുള്ളവരായി സഭയിൽ ജീവിപ്പാൻ അപ്പച്ചൻ കൃപേകണമേ, ശക്തീകരിക്കണമേ. 3 പേരുടെ മേലും അങ്ങയുടെ കരം വച്ചതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാപുത്ര പരിശുദ്ധന്മാവായി ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എല്ലാം ഇപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സഭയ്ക്കിരിക്കാം. കാണിക്ക അർപ്പിച്ചിട്ട് നിങ്ങൾക്ക് പോകാം. കാണിക്ക ഉണ്ടെങ്കിൽ അർപ്പിച്ചിട്ട് പോകാം. തിരുവത്താഴം എടുക്കുമ്പോൾ 3 പേരുമാണ് ആദ്യം വരേണ്ടത്. സമയത്ത് നിങ്ങൾക്ക് തിരുവത്താഴം നൽകുന്നതാണ്. പരസ്യങ്ങളായി അറിയിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആരാധനയിൽ എല്ലാവരും താല്പര്യത്തോടെ കടന്നു വന്നതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതുതായി ആലയത്തിൽ കടന്നു വന്നവരുണ്ടാകാം. ചിലരൊക്കെ എന്നെ വിളിച്ചിരുന്നു, ആരാധന എത്ര മണിക്കാണെന്നൊക്കെ തിരക്കിയ ചിലരുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റ് ആരാധനകളെക്കുറിച്ചുള്ള ചെറിയ വിവരണം നിങ്ങൾക്ക് നൽകുന്നു. നാളെ രാവിലെ 8 മുതൽ 9:30 വരെയാണ് നമ്മുടെ ദുഃഖവെള്ളി ആരാധന, രാവിലെയുള്ള ആരാധന. അതിനുശേഷം 10 മുതൽ 12 വരെ ഉപവാസാരാധനയാണ്. ആലയത്തിനുള്ളിലായിരുന്നു കൊണ്ട് വേദവചന പാരായണവും പ്രാർത്ഥനയിലും നമുക്കൊരുമിച്ചായിരിക്കാം. ഉപവാസാരാധന 10 മുതൽ 12 മണി വരെ ആയിരിക്കാം. അതിനുശേഷം 1 മണിക്ക് വീണ്ടും മൊഴി ധ്യാനം ആരംഭിക്കും. 1 മണി മുതൽ 3 മണി വരെ ആലയത്തിനുള്ളിൽ പ്രത്യേക 7 മൊഴികളെക്കുറിച്ചുള്ള വിവരണവും ധ്യാനവും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. ഈ ആരാധനകളിലെല്ലാം താല്പര്യത്തോടെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ സ്നേഹപൂർവ്വം ആലോചനയായി അറിയിക്കട്ടെ. 5-ാം തീയതി ഞായറാഴ്ച ഈസ്റ്റർ ആരാധന 5 മണിക്കാണ്. അതിരാവിലെ 5 മണിക്ക് ഒരു പ്രൊസഷൻ ഉണ്ടാകും, ഒരു റാലി, ചെറിയൊരു റാലി. അപ്പോൾ എല്ലാവരും 5 മണിക്ക് തന്നെ എത്തിച്ചേരുക. വളരെ ഹൃദ്യമായ അനുഗ്രഹമായി ദേശത്തിന് സാക്ഷ്യം വഹിക്കുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നമുക്ക് സാക്ഷ്യം വഹിപ്പാൻ കിട്ടുന്ന അപൂർവമായ അവസരമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ രാവിലെ തന്നെ എല്ലാവരും എത്തിച്ചേരുക. അതിനുശേഷം തുടർന്ന് 5:30 ആകുമ്പോൾ നമ്മൾ ആരാധന തുടങ്ങും. ഇപ്പോൾ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആരാധന ഉണ്ടാകും. അപ്പോൾ എല്ലാവരും താല്പര്യത്തോടെ കടന്നു വരുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അന്ന് സ്നാനത്തിൻ്റെ ശുശ്രൂഷ ഉണ്ടാകും. മേശമേൽ കാണിക്കാം. ആസ്വരി സമർപ്പണം, മറ്റ് അർപ്പണങ്ങളെല്ലാം അന്നുണ്ടാകും എന്ന കാര്യവും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. VBS അന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ആരാധനയ്ക്ക് ശേഷം ഒരു അരമണിക്കൂർ അതിനായി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടെന്ന് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ക്ലാസ് ഡിവൈഡ് ചെയ്ത് വീണ്ടും വന്ന കാപ്പിയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കഴിച്ച് നമുക്ക് മടങ്ങിപ്പോകാനായിട്ട് കഴിയും. എല്ലാവരും താല്പര്യത്തോടെ ഈ ആരാധനയിലും പങ്കുചേരുവാൻ സ്നേഹപൂർവ്വം ആലോചനയായി അറിയിക്കട്ടെ. നമ്മൾ 40 ദിവസം, ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേക നോമ്പാരാധനയിലായിരുന്നല്ലോ. പങ്കെടുത്ത ധാരാളം പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 145. ഇപ്പോൾ നമുക്ക് അപ്പനൊരുക്കൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 347-ാമത്തെ ഗീതം നമുക്ക് പാടാം. 347 പ്രാർത്ഥനയോടെ പെസഹാചരണത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പ്രിയനാഥ
ആരാധനക്രമം 62-ാം പുറം. ഇതാ സഹോദരീ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകെ കൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. സമാധാനത്തിൻ്റെ അടയാളമായ കയ്യസൂരി നിങ്ങൾക്ക് നൽകുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. പരസ്പരം കയ്യസൂരി പങ്കുവയ്ക്കാം. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. 63-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, അങ്ങയുടെ ശിഷ്യന്മാരുടെ നടുവിൽ സ്നേഹിതനായിരുന്ന പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്നപ്പം നുറുക്കുന്നതിൽ അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ കർത്തവ്യവുമാകുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലമായി തന്നെ യേശു ക്രിസ്തു മുഖാന്തരം അങ്ങ് ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. മനുഷ്യൻ അങ്ങയുടെ സ്വന്തം സാദൃശ്യം നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുത്തു. അവിടുത്തെ കരുണ അങ്ങയുടെ സകല പ്രവൃത്തികളിലുമുണ്ട്. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അവിടുത്തെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുക്കുവാനും ഞങ്ങളെ വീണ്ടെടുക്കാനായി ക്രൂശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മ നിയമിക്കുകയും അതെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് താൻ ഒറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത സ്തോത്രം ചൊല്ലിയവർക്ക് കൊടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതെന്ന് കുടിപ്പിനെന്നാൽ ഇത് നിങ്ങൾക്കും അനേകർക്കും വേണ്ടി പാപമോചനത്തിനായി സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവിടുത്തെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും യേശു മിശിഹായിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും കർത്താവ് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച തലയാകുന്ന മസിഹായ്ക്ക് അനുയോജ്യമാവിധം സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ
നീക്കത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. മൗനമായി ഈ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമോ? ചെയ്തുപോയ പാപങ്ങളെ, ചെയ്തുപോയ അതിക്രമങ്ങളെ, ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടും ക്ഷമിക്കാതെ പോയ അനുഭവങ്ങളെ പൊറുക്കണമേ കർത്താവേ. അങ്ങയുടെ മേശയിലേക്ക് വരുവാൻ എനിക്ക് യോഗ്യത നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മൗനമായി ഈ പെസഹ വേഴം കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തോട് ക്ഷമായാചനം ചെയ്യാമോ? കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാപങ്ങൾ പുറത്ത് കർത്താവെ, അങ്ങയെ കാണുവാൻ, അങ്ങയുടെ ചാരത്തേക്ക് വരുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് മനഃപൂർവ്വമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശന്മേൽ തൂങ്ങുന്നു. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ. ആത്മാർത്ഥമായി തുറന്നുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ദൈവമുമ്പാകെ വിനയത്തോടെ അർപ്പിക്കാം. സ്നേഹമുള്ള കർത്താവേ, ഞങ്ങൾ അവിടുത്തെ കരുണയിലല്ലാതെ ഞങ്ങളുടെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ജീവൻ്റെ അപ്പമാകുന്ന ഭർത്താവായ യേശുവിൻ്റെ തിരുശരീരം, സത്യാമുന്തിരി വള്ളിയാകുന്ന ഭർത്താവായ യേശുവിൻ്റെ തിരുരക്തം ഇത് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യം ആ 3 പേരും സ്ഥിരീകരണം പ്രാപിച്ച 3 പേര് ആദ്യം കടന്നു വരും. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? 176.
വസ്ത്രം നീ മാറ്റി കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ദോഷികൾക്കായി ഒരു ജീവഊറ്റിൽ നീ സ്നാനം ചെയ്തിടുക വേഗത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. 196 എൻ്റെ പാപം കഴുകാൻ യേശുവിൻ രക്തം മാത്രം. 196. എന്റെ പാപം കഴുകാൻ യേശുവിൻ രക്തം മാത്രം. എന്നെ പൂർണ്ണനാക്കുവാൻ യേശുവിൻ രക്തം മാത്രം. വിലയേറിയ ശുദ്ധമാക്കും നദിയെ വേറെ അറിയുന്നില്ല. യേശുവിൻ രക്തം മാത്രം. എന്നെ ശുദ്ധനാക്കുവാൻ യേശുവിൻ രക്തം മാത്രം. പാപക്ഷമ ലഭിപ്പാൻ യേശുവിൻ രക്തം മാത്രം. വിലയേറിയ ശുദ്ധമാക്കും നദിയെ വേറെ അറിയുന്നില്ല. യേശുവിൻ രക്തം മാത്രം. വേറെ വീണ്ടെടുപ്പില്ല. യേശുവിൻ രക്തം മാത്രം. എന്റെ പുണ്യത്താലല്ല. യേശുവിൻ രക്തം മാത്രം. വിലയേറിയ ശുദ്ധമാക്കും നദിയെ വേറെ അറിയുന്നില്ല. യേശുവിൻ രക്തം മാത്രം. ആശയും ആശ്വാസവും യേശുവിൻ രക്തം മാത്രം. എന്റെ നീതി സർവ്വവും യേശുവിൻ രക്തം മാത്രം. വിലയേറിയ ശുദ്ധമാക്കും നദിയെ വേറെ അറിയുന്നില്ല. യേശുവിൻ രക്തം മാത്രം. 149. 149 മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേലേ ദൈവജാല, നിനക്കീ വേദന വരുത്തി വെച്ചതി നീചന്യാനയോ. ഓ
ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആകുന്ന സാക്രമന്ത വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. 67 പുറത്ത് കാണുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായേ, നിങ്ങൾ അവിടുത്തെ മക്കളായി അങ്ങ് സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവിടുത്തെ മഹാബലിയുടെ ശരീരവും ആത്മീയ ആഹാരം കൊണ്ട് അങ്ങനെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. അങ്ങയുടെ വിധാനപ്രകാരമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവനും വിശുദ്ധ യാഗമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യോഗത്തിന് അനുപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവത്തിന് ശ്രദ്ധിക്കേണ്ടതിന് മനസ്സിക്ക് രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അങ്ങേ അനുസരിച്ച് ഒടുവിൽ അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിൽ അങ്ങയുടെ സർവ്വശക്തന്മാരോടുകൂടെ സന്തോഷിക്കേണ്ടതിന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് പുത്രനോട് പരിശുദ്ധാത്മാവിനോടുകൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ചു വാഴുമല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് നീതിയും സ്തുതിയും മഹത്വവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവുമായിരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല ദിനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ നൽകിയ കൃപയ്ക്കായിട്ട് നന്ദി. അല്പസമയം അങ്ങയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട്, അങ്ങയെ സ്തുതിച്ചുകൊണ്ട്, അങ്ങേ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിരുന്നുവല്ലോ. ദിവ്യമായ ദർശനം കർത്താവി അപ്പത്തിലൂടെ വീഞ്ഞിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി. കർത്താവി ദർശനവുമായി ഞങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ അനേകർ കർത്താവി ക്രിസ്തുവിനെ കാണുവാൻ എൻ്റെ ശരീരം ക്രിസ്തു ശരീരമാക്കി മാറ്റിയതിനായിട്ട് നന്ദി. ലോകത്തിൽ കർത്താവി ജ്യോതിസുകളെ പോലെ പ്രഭ തൂകുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ക്രിസ്തുവുള്ളവരായി ക്രിസ്തു സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകും. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.